നമസ്കാരം, ഫാൻസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സിനിമയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഐൻസ്റ്റീൻ ആൻഡ് എഡിങ്ടൺ. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല, ഒരു ചരിത്ര സിനിമയാണ്. നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വന്നിരുന്ന ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ തിയറികളെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വിപ്ലവകരമായ പുതിയ ഗ്രാവിറ്റേഷൻ തിയറി അവതരിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വിഖ്യാത ശാസ്ത്രജ്ഞനെ ലോകം വാഴ്ത്തിയതിൻ്റെ കഥയാണ് ഈ സിനിമ. അതിന് കാരണക്കാരനായത് മറ്റൊരു ശാസ്ത്രജ്ഞൻ, സർ ആർതർ എഡിങ്ടൺ. തുടർന്ന് കാണുക. 2008 BBC സംപ്രേഷണം ചെയ്ത ഒരു ബ്രിട്ടീഷ് ബയോഗ്രാഫിക്കൽ ഡ്രാമയാണ് ഐൻസ്റ്റീൻ ആൻഡ് എഡിങ്ടൺ. സിനിമയിൽ പ്രധാന കഥാപാത്രമായ ആൽബർട്ട് ഐൻസ്റ്റനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് നടനും ഫിലിം മേക്കറുമായ ആൻഡി സെർക്കിസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ സർ ആർതർ സ്റ്റാൻലി എഡിങ്ടണിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്കോട്ടിഷ് നടനായ ഡേവിഡ് ടെന്നന്റ് ആണ്. സംവിധാനം ഫിലിപ്പ് മാർട്ടിൻ. കഥ ആരംഭിക്കുന്നത് 1919 എഡിങ്ടണിൻ്റെ ഒരു പര്യവേക്ഷണ യാത്ര കാണിച്ചുകൊണ്ടാണ്. വെസ്റ്റ് ആഫ്രിക്കയിലെ പ്രിൻസിപ്പിയ എന്ന ദ്വീപിലാണ് ആ പര്യവേക്ഷണം. കുത്തനെ കിടക്കുന്ന മലമുകളിലേക്ക് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ വലിയൊരു പെട്ടി വലിച്ചു കയറ്റുകയാണ് ഒരു കൂട്ടം ആൾക്കാർ. അത് മേൽനോട്ടം വഹിക്കാൻ എഡിങ്ടണും ബ്രിട്ടീഷ് ആസ്ട്രോണമറായ ഫ്രാങ്ക് ഡൈസണും കൂടെ തന്നെയുണ്ട്. ഈ പര്യവേക്ഷണത്തിൻ്റെ ലക്ഷ്യം ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ശരിയാണെന്ന് കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ തെറ്റാണെന്ന്. പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ഫോട്ടോഗ്രാഫിൽ നിന്ന് അതിനുള്ള ഉത്തരം അവർക്ക് ലഭിക്കും. അതെങ്ങനെയാണെന്ന് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ്, നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നാളെ മഴ നിന്നില്ലെങ്കിൽ സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രങ്ങളെടുക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, അവർ കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിൽ കുറേ എണ്ണം നശിച്ചുപോയി, 8 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. ഡൈസൺ വേവലാതിപ്പെട്ടു. നാളത്തെ സൂര്യഗ്രഹണത്തെക്കുറിച്ച് മാത്രമാണ് എഡിങ്ടണിൻ്റെ ചിന്ത. കാലാവസ്ഥ അനുകൂലമായാൽ നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കും, സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രങ്ങളെടുക്കും. പ്രപഞ്ചാസ്തിത്വത്തിൻ്റെ കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഐൻസ്റ്റൈൻ ശരിയാണെങ്കിൽ മനുഷ്യർക്ക് ഈ പ്രപഞ്ചത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിമറിയും, എഡിങ്ടൺ പറഞ്ഞു. തുടർന്ന് കഥ 5 വർഷം പുറകോട്ട് സഞ്ചരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധമെന്ന് പിന്നീടറിയപ്പെട്ട ഗ്രേറ്റ് വാർ ലോകത്തെ പ്രക്ഷുബ്ധമാക്കിയ വർഷം. അതിൻ്റെ അലയടികൾ ലോകത്തെല്ലാ മേഖലകളിലേക്കും എത്തിയിരുന്നു. അതിലൊന്ന് ശാസ്ത്രമായിരുന്നു. വർഷം 1914, കേംബ്രിഡ്ജ്. തൻ്റെ ഉറ്റ സുഹൃത്തായ വില്യം യുദ്ധത്തിന് പങ്കെടുക്കാൻ പോകുന്ന വിവരമറിഞ്ഞ എഡിങ്ടൺ ദുഃഖിതനായി. അതേസമയം കേംബ്രിഡ്ജ് ഒബ്സർവേറ്ററിയിലെ ഡയറക്ടറായി അദ്ദേഹത്തെ സർ ഒലിവർ ലോഡ്ജ് നിയമിച്ചു. തൻ്റെ സഹോദരി വിന്നിയുമായാണ് കേംബ്രിഡ്ജിലെ പുതിയ താമസ സ്ഥലത്തേക്ക് എഡിങ്ടൺ വന്നിരിക്കുന്നത്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി സർ ഒലിവർ അവിടേക്കെത്തുന്നു. കമ്മിറ്റിയിലുള്ള ചില അംഗങ്ങൾക്ക് ചെറുപ്പക്കാരനായ താങ്കളെ ഇവിടെ നിയമിക്കുന്നതിൽ താൽപ്പര്യക്കുറവുണ്ടായിരുന്നു, സർ ഒലിവർ ലോഡ്ജ് പറഞ്ഞു. അദ്ദേഹം തൻ്റെ വാക്കുകൾ തുടർന്നു. ഐസക് ന്യൂട്ടന് ശേഷം 9 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അവർക്കെല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ന്യൂട്ടനാണ് ശരി. കമ്മിറ്റിയിലുള്ളവരോട് ഞാൻ പറഞ്ഞു, ന്യൂട്ടന് ശേഷം നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? സത്യങ്ങൾ നമ്മൾക്കറിയാം, പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അറിയാം. നമ്മൾക്കറിയാവുന്ന സത്യങ്ങൾ അളക്കാനും വിശദീകരിക്കാനും അറിയാവുന്ന ഒരാളെയാണ് ഡയറക്ടറായി വേണ്ടത്. അതെ, നമുക്ക് സർ ആർതർ സ്റ്റാൻലി എഡിങ്ടണിനെയാണ് വേണ്ടത്. തൻ്റെ മകനും യുദ്ധത്തിന് പങ്കെടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് സർ ഒലിവർ പറഞ്ഞു. എന്നാൽ ഒരു ക്യുക്കറായ എഡിങ്ടണിന് യുദ്ധത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല. അതവരുടെ മതത്തിനെതിരാണ്. രാജ്യസ്നേഹവും വിശ്വാസവും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് താങ്കളെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കും, സർ ഒലിവർ തുടർന്നു. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ അവരുടെ രാജ്യത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെയെല്ലാം ഒന്നിച്ചു കൂട്ടുകയാണ്. കാരണം വളരെ വ്യക്തമാണ്, യുദ്ധമുഖത്ത് ജർമ്മൻ സൈന്യത്തെ സഹായിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിലൊരു ശാസ്ത്രജ്ഞൻ അവർക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അവിടെ അയാളുടെ ആവശ്യം എന്താണെന്ന് നമ്മൾക്കറിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അയാളുടെ വർക്ക് എന്താണെന്ന് പഠിച്ച് കമ്മിറ്റിക്ക് മുൻപാകെ ഒരു പ്രഭാഷണം നടത്തണം. നമ്മൾ എത്ര ശക്തരാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഇംഗ്ലീഷ് ശാസ്ത്രം ആവശ്യമാണ്, ഒലിവർ പറഞ്ഞു. അദ്ദേഹം ആരാണെന്നുള്ള എഡിങ്ടണിൻ്റെ ചോദ്യത്തിന് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നായിരുന്നു സർ ഒലിവറിൻ്റെ മറുപടി. അതേസമയം കഥാപശ്ചാത്തലം സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിലേക്ക് മാറുന്നു. ഒരു ചെറിയ ബോട്ടിൽ തടാകത്തിലൂടെ തൻ്റെ ഇളയ മകനുമായി യാത്ര ചെയ്യുന്ന ആൽബർട്ട് ഐൻസ്റ്റനെയാണ് നമ്മൾ കാണുന്നത്. ആ ചെറിയ യാത്രയിൽ പോലും ശാസ്ത്രം തന്നെയാണ് ഐൻസ്റ്റന്റെ സംസാര വിഷയം. മക്കളിൽ മൂത്തയാൾ അവരെ കാത്ത് കരയിൽ നിൽപ്പുണ്ട്.
കരയിലെത്തിയ ഐൻസ്റ്റൈൻ ചെറിയൊരു പ്രകടനം കാഴ്ചവെക്കുകയാണ്. തന്റെ മക്കളോട് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ച് വിശദീകരിക്കുകയാണ് അദ്ദേഹം. മറ്റു കാഴ്ചക്കാരുമുണ്ട് അത് കാണാൻ. ബോട്ടിൽ വരുന്ന ഒരു വ്യക്തി തന്റെ സോക്സ് ചുരുട്ടി കരയിലേക്കെറിഞ്ഞാൽ ആ സോക്സിന്റെ വേഗത എത്രയാണ്? ബോട്ടിന്റെ വേഗതയും എറിഞ്ഞ സോക്സിന്റെ വേഗതയും കൂടിച്ചേരുന്നതാണ് സോക്സിന്റെ വേഗത. എന്നാൽ താൻ ബോട്ടിൽ നിന്ന് ഒരു ലൈറ്റാണ് കരയിലേക്ക് തെളിക്കുന്നതെങ്കിൽ ലൈറ്റിന്റെ വേഗതയിൽ മാറ്റമൊന്നും സംഭവിക്കില്ല, ഐൻസ്റ്റൈൻ പറഞ്ഞു. വീട്ടിൽ ഐൻസ്റ്റൈന്റെ ഭാര്യ മിലീവ അവരെ കാത്തിരിക്കുകയാണ്. തടാകത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ വന്നപാടെ പറഞ്ഞു. സ്ത്രീകളുടെ മുന്നിൽ ആളാവാൻ കാണിച്ച ഒരു പ്രകടനമായാണ് മിലീവ അത് കരുതിയത്. മിലീവ ഒരു സെർബിയൻ ഫിസിസ്റ്റും മാത്തമാറ്റീഷ്യനുമാണ്. ഐൻസ്റ്റൈൻ ചെയ്യുന്ന വർക്കുകളെല്ലാം മിലീവയുമായി പങ്കുവെക്കുമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും പറയാറില്ല. അതിൽ വളരെ അസ്വസ്ഥയാണ് മിലീവ. ഈ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ വഴക്കായി. ഇപ്പോൾ ചെയ്യുന്ന വർക്കിനെക്കുറിച്ച് പറയാനുള്ള സമയവും ശക്തിയുമില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ മിലീവയോട് പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ മിലീവ വീട് വിട്ടിറങ്ങുകയാണ്. അതേസമയം പ്രശസ്തനായ മറ്റൊരു ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റൈനെ കാണാൻ അവിടേക്കെത്തുന്നു. മാക്സ് പ്ലാങ്ക്. അദ്ദേഹം ഒരു ജർമ്മൻ തിയററ്റിക്കൽ ഫിസിസ്റ്റാണ്. പിന്നീട് നൊബേൽ പ്രൈസ് കിട്ടുകയും ക്വാണ്ടം തിയറിയുടെ പിതാവെന്നറിയപ്പെടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇപ്പോൾ ജർമ്മൻ സൈന്യത്തിനു വേണ്ടി ആർട്ടിലറി ട്രാജക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വരവിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഐൻസ്റ്റൈൻ ചെയ്യുന്ന വർക്ക് ഗ്രാവിറ്റിയെക്കുറിച്ചാണ്. 9 വർഷമായി ആ വർക്ക് തുടരുകയാണ്. പക്ഷേ എല്ലാം ഉത്തരങ്ങളില്ലാത്ത ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വളരെ മനോഹരമായ ചോദ്യങ്ങൾ. ഒരുപക്ഷെ സൂറിക്കിലെ സാഹചര്യം അതിനനുയോജ്യമായിരിക്കില്ല. നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയും, മാക്സ് പറഞ്ഞു. അതിൽ വലിയ താല്പര്യം കാണിക്കാതിരുന്ന ഐൻസ്റ്റന് മാക്സ് പ്ലാങ്ക് വലിയൊരു തുക പണമായി വാഗ്ദാനം ചെയ്തു. അതുകൂടാതെ ബെർലിൻ സർവകലാശാലയിലെ പ്രൊഫസർഷിപ്പും പ്രഷ്യൻ അക്കാദമി ഓഫ് സയൻസിലെ അംഗത്വവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. തന്റെ കുടുംബത്തെ കൂടാതെ ഐൻസ്റ്റൈൻ ജർമ്മനിയിലേക്ക് യാത്രയാവുകയാണ് ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള വർക്ക് പൂർത്തീകരിക്കാൻ. അതേസമയം എഡിങ്ടൺ ഐൻസ്റ്റൈന്റെ വർക്കുകളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ ലഭ്യമായ ഐൻസ്റ്റൈന്റെ പ്രസിദ്ധീകരണങ്ങളെല്ലാം 9 വർഷം പഴക്കമുള്ളവയായിരുന്നു. ബെർലിൻ സർവകലാശാലയിലെത്തിയ ഐൻസ്റ്റൈൻ ഫ്രിറ്റ്സ് ഹാർബർ എന്ന കെമിസ്റ്റിനെ കണ്ടു. ഒരു ജൂതനായിരുന്ന താൻ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി മാറിയതിനെക്കുറിച്ച് ഫ്രിറ്റ്സ് ഐൻസ്റ്റൈനോട് പറഞ്ഞു. അമോണിയ നൈട്രേറ്റായി മാറ്റുന്ന പരീക്ഷണമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. അതെ, സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഫ്രിറ്റ്സ് പറയുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ശാസ്ത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഫ്രിറ്റ്സ് ഐൻസ്റ്റൈനോട് ചോദിച്ചു. തന്നെ ഉദ്ദേശിച്ചാണ് ഫ്രിറ്റ്സ് അത് പറഞ്ഞതെന്ന് ഐൻസ്റ്റൈന് മനസ്സിലായി. തുടർന്ന് മാക്സ് പ്ലാങ്ക് ഐൻസ്റ്റൈനുമായി ജർമ്മൻ ഡിപ്ലോമാറ്റായ മിസ്റ്റർ കോപ്പലിനെ കാണുകയാണ്. പക്ഷേ കോപ്പലിന് ഐൻസ്റ്റൈന്റെ കാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റായ ഐൻസ്റ്റൈന് യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പക്ഷേ മാക്സ് പ്ലാങ്ക് മറ്റൊരു കാര്യമാണ് അവതരിപ്പിച്ചത്. ധാരാളം ശാസ്ത്രജ്ഞർ പ്രാക്ടിക്കലി നിങ്ങളെ സഹായിക്കുമായിരിക്കും. പക്ഷേ ഐൻസ്റ്റൈൻ ഒരു തിയറിസ്റ്റാണ്. അദ്ദേഹത്തിന് എക്കാലത്തെയും മികച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടന്റെ 200 വർഷം പഴക്കമുള്ള പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ വിശദീകരിക്കുന്ന തിയറികൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കും, മാക്സ് പറഞ്ഞു. ജർമ്മനിയിലുള്ള തന്റെ അമ്മാവനെയും കുടുംബത്തെയും കാണാൻ വന്നിരിക്കുകയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജർമ്മനിയിലേക്കുള്ള ഈ തിരിച്ചുവരവ്. തനിക്ക് ഒരു രാജ്യത്തോടും സ്ഥലത്തോടും പ്രത്യേകിച്ചൊരു മമതയുമില്ലെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജർമ്മൻ പൗരത്വം ഉപേക്ഷിച്ചു. ഇപ്പോൾ സ്വിസ് പൗരനാണ്. എന്ത് മാറ്റമാണ് അതുണ്ടാക്കിയത്? ഐൻസ്റ്റൈൻ ചോദിച്ചു. അമ്മാവന്റെ മകളാണ് എൽസ. അവൾക്ക് ഐൻസ്റ്റൈനോട് ചെറിയൊരു താല്പര്യമുള്ളതായി അവളുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകും. അതേസമയം പ്രഭാഷണം നടത്താനായി ഐൻസ്റ്റൈന്റെ വർക്കുകളെക്കുറിച്ച് പഠിക്കുകയാണ് എഡിങ്ടൺ. പഠനത്തിൽ മുഴുകിയിരുന്ന എഡിങ്ടൺ തന്റെ സുഹൃത്ത് വില്യം യുദ്ധത്തിന് പുറപ്പെടുന്ന കാര്യത്തിനെക്കുറിച്ച് മറന്നുപോയി. എഡിങ്ടൺ റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും തന്റെ സുഹൃത്തിനെ കാണാൻ സാധിച്ചില്ല. സർ ഒലിവറിന്റെ മകനും അതേ ട്രെയിനിലായിരുന്നു യുദ്ധത്തിന് പുറപ്പെടുന്നത്. അതേസമയം എൽസ ഐൻസ്റ്റൈന്റെ താമസ സ്ഥലത്ത് വരുന്നു. ഒരു പ്രണയത്തിന്റെ തുടക്കമാണ് അവരുടെ സംഭാഷണത്തിൽ പിന്നീട് കാണുന്നത്. എഡിങ്ടൺ കമ്മിറ്റിക്ക് മുൻപാകെ പ്രഭാഷണം നടത്തുകയാണ്. പരമ്പരാഗതമായ ശാസ്ത്രീയ അവതരണ രീതിയല്ല ആൽബർട്ട് ഐൻസ്റ്റൈന്റേത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. ചില മാത്തമാറ്റിക്കൽ സിംബൽസ് പോലും അദ്ദേഹം സ്വയം നിർമ്മിച്ചതാണ്. ഒരു അന്യഭാഷ പഠിക്കുന്നത് പോലെയാണ് ഞാനിത് പഠിച്ചത്. പക്ഷേ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഐൻസ്റ്റൈൻ പറയുന്നത് പ്രപഞ്ചത്തിൽ സമയം ആപേക്ഷികമാണെന്നാണ്. നിങ്ങൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. വേഗത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങളുടെ സമയം നിശ്ചലമായി നിൽക്കുന്ന മറ്റുള്ളവരെ അപേക്ഷിച്ച് പതുക്കെയായിരിക്കും മുന്നോട്ടു പോകുക. ടൈം ഡയലേഷനെക്കുറിച്ചാണ് ഐൻസ്റ്റൈൻ ഇവിടെ പറയുന്നത്.
എഡിങ്ടൺ പറഞ്ഞു. ന്യൂട്ടന്റെ തിയറികൾ അനുസരിച്ച് പ്രപഞ്ചത്തിൽ സമയം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ ഐൻസ്റ്റന്റെ ഈ പേപ്പറിൽ റെഫറൻസോ അക്നോളജ്മെന്റോ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നോ പറയുന്നില്ല. ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തിയറിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഒലിവർ ചോദിച്ചു. ഗ്രാവിറ്റിയെക്കുറിച്ചും ഐൻസ്റ്റൈൻ ഒന്നും പറയുന്നില്ല. ഗ്രഹങ്ങളുടെ ചലനം നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? എല്ലാത്തിൻ്റെയും ഉത്തരം അത് ന്യൂട്ടന്റെ നിയമങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റന് യഥാർത്ഥ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല, ഒലിവർ പറഞ്ഞു. കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അത്. ഇംഗ്ലണ്ടിൽ ജർമ്മൻ പൗരന്മാർക്കെതിരെ വലിയ രീതിയിൽ വിവേചനം നടക്കുന്ന കാലമാണ് അത്. തെരുവിൽ ആക്രമിക്കപ്പെട്ട ജർമ്മൻ കുടുംബത്തെ എഡിങ്ടൺ രക്ഷിച്ചു. ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ എഡിങ്ടൺ പ്രഭാഷണത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തു. അതെ, ഗ്രാവിറ്റി. ഐൻസ്റ്റൈൻ ഗ്രാവിറ്റിയെക്കുറിച്ചൊന്നും നേരിട്ട് പറയുന്നില്ല. പക്ഷേ മറ്റൊരു രീതിയിൽ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. ഐൻസ്റ്റൈൻ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ന്യൂട്ടൺ പറയുന്നു ഗ്രാവിറ്റി തൽക്ഷണമാണെന്ന്. എന്നാൽ ഐൻസ്റ്റൈൻ പറയുന്നത് പ്രകാശത്തിന്റെ വേഗതയാണ് പ്രപഞ്ചത്തിലെ വേഗപരിധി എന്നാണ്. അങ്ങനെയെങ്കിൽ ഗ്രാവിറ്റിക്ക് തൽക്ഷണം സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇത് രണ്ടും ഒരേപോലെ ശരിയാകാൻ സാധ്യതയില്ല. ചോദ്യം ഇതാണ്, ആരാണ് ശരി? ഐസക് ന്യൂട്ടനോ അതോ ആൽബർട്ട് ഐൻസ്റ്റനോ? മിലിവയും കുട്ടികളും ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഐൻസ്റ്റന്റെ താമസ സ്ഥലത്തേക്ക് വന്നത്. ആ വരവിൽ ഐൻസ്റ്റൈൻ അത്ര സന്തോഷവാനല്ലായിരുന്നു. എന്നാൽ അവരുടെ വരവറിയാതെ എൽസ അവിടേക്ക് വരികയാണ്. ഈ സംഭവം ഐൻസ്റ്റന്റെയും മിലീവയുടെയും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തി. മിലീവ കുട്ടികളെയും കൂട്ടി തിരിച്ചു പോകുകയും ചെയ്തു. ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെത്തുന്ന ഐൻസ്റ്റൈൻ നടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ക്ലാസ് റൂമിൽ വെച്ച് വിഷവാതകം ഉപയോഗിച്ച് പ്രാവുകളെ കൊല്ലുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. മാക്സ് പ്ലാങ്കും അവരുടെ കൂടെയുണ്ട്. ജർമ്മൻ സൈന്യത്തിന് ശക്തി പകരാൻ ജർമ്മൻ ശാസ്ത്രം. ജർമ്മൻ സൈന്യത്തിനോടുള്ള ഐക്യദാർഢ്യ പ്രസ്താവനയിൽ ജർമ്മനിയിലെ 93 പ്രശസ്ത വ്യക്തികൾ ഇതിനോടകം ഒപ്പുവെച്ചു കഴിഞ്ഞു. 94ാമനായി ഒപ്പുവെക്കാൻ മാക്സ് പ്ലാങ്ക് ഐൻസ്റ്റനെ ക്ഷണിച്ചു. അതൊരു ബഹുമതിയാണെന്നും രാജ്യത്തിനോടുള്ള കടമയാണെന്നും മാക്സ് ഐൻസ്റ്റനെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഒരു രക്തച്ചൊരിച്ചിൽ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഐൻസ്റ്റൈൻ ഐക്യദാർഢ്യ പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു. കോൺട്രാക്റ്റിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യാൻ താൻ ബാധ്യസ്ഥനല്ലെന്നായിരുന്നു ഐൻസ്റ്റന്റെ മറുപടി. ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത കൂടി വരുന്ന സമയം ഇംഗ്ലണ്ടിൽ ജർമ്മൻ സയന്റിഫിക് ജേണലുകളുടെ ലഭ്യത വളരെ പ്രയാസകരമായി. എഡിങ്ടണിന് ഐൻസ്റ്റന്റെ പേപ്പറുകൾ ആവശ്യമായിരുന്നു. ഇതറിഞ്ഞ ഒലിവർ മാക്സ് പ്ലാങ്ക് ഉൾപ്പെടെയുള്ള ജർമ്മൻ ശാസ്ത്രജ്ഞർ ഒപ്പുവെച്ച ഐക്യദാർഢ്യ പ്രസ്താവന എഡിങ്ടണിനെ കാണിച്ചു. എന്നാൽ ഐൻസ്റ്റന്റെ പേര് ആ പ്രസ്താവനയിൽ ഇല്ലെന്ന് എഡിങ്ടൺ ഒലിവറിനെ ഓർമ്മപ്പെടുത്തി. ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറികൾ ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥം വളരെ കൃത്യമായി കണക്കാക്കാൻ സാധിക്കും. എന്നാൽ മെർക്കുറിയുടെ കാര്യത്തിൽ ന്യൂട്ടന്റെ തിയറികൾ പൊരുത്തപ്പെടുന്നില്ല. മെർക്കുറി സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ കാര്യങ്ങൾ വിശദീകരിച്ച് എഡിങ്ടൺ ഐൻസ്റ്റന് കത്തെഴുതി. അതേസമയം ബെർലിനിൽ ഐൻസ്റ്റനും എൽസയുമായുള്ള പ്രണയം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരുന്നു. എഡിങ്ടണിന്റെ കത്ത് കിട്ടിയ ഐൻസ്റ്റൈൻ തന്റെ ഗ്രാവിറ്റേഷണൽ തിയറികളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ആരംഭിച്ചു. ഗുരുത്വാകർഷണത്തിനെക്കുറിച്ചുള്ള തന്റെ ചിന്ത മെർക്കുറിയുടെ മോശം പെരുമാറ്റവുമായി പൊരുത്തപ്പെടുത്താൻ സാധിച്ചാൽ അത് പുതിയൊരു ചിന്താഗതിയുടെ ആദ്യത്തെ ചവിട്ടുപടിയായിരിക്കും, ഐൻസ്റ്റൈൻ പറഞ്ഞു. ഈ കാര്യം പങ്കുവെക്കാൻ മാക്സ് പ്ലാങ്കിന്റെ അടുത്തെത്തിയ ഐൻസ്റ്റൈൻ മറ്റൊരു സങ്കടകരമായ കാര്യമാണ് അറിയുന്നത്. മാക്സിന്റെ മകൻ യുദ്ധത്തിൽ മരണപ്പെട്ടു. തുടർന്ന് മാക്സ് പ്ലാങ്കുമായി വീട്ടിലെത്തിയ ഐൻസ്റ്റൈൻ മെർക്കുറിയുടെ കാര്യത്തിൽ ന്യൂട്ടന് സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ ആരംഭിച്ചു. ഒരുപക്ഷേ നിങ്ങൾ തെറ്റാണ്, ന്യൂട്ടൻ തന്നെയാണ് ശരി എന്ന് ദൈവം പറഞ്ഞാലോ? മാക്സ് ഐൻസ്റ്റനോട് ചോദിച്ചു. ദൈവം അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ ബഹുമാനിക്കും. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് സഹതാപം മാത്രമായിരിക്കും. കാരണം എനിക്ക് ആ കാഴ്ചപ്പാടിനോട് യോജിക്കാൻ സാധിക്കില്ല, ഐൻസ്റ്റൈൻ പറഞ്ഞു. അപ്പോൾ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മാക്സ് ചോദിച്ചു. മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു. മരണാനന്തര ജീവിതത്തിലും തനിക്ക് വിശ്വാസമില്ലെന്ന് ഐൻസ്റ്റൈൻ കൂട്ടിച്ചേർത്തു. തുടർന്ന് മെർക്കുറിയുടെ ഭ്രമണപഥത്തിന്റെ ശരിയായ ഉത്തരങ്ങൾ ഐൻസ്റ്റൈൻ കണ്ടെത്തി. ന്യൂട്ടൻ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി മാക്സ് പറഞ്ഞു. തനിക്ക് കിട്ടിയ ഉത്തരം ഐൻസ്റ്റൈൻ എഡിങ്ടണിന് അയച്ചു. ജർമ്മനി ബെർലിനിൽ വികസിപ്പിച്ചെടുത്ത മാരക രാസായുധം ക്ലോറിൻ വാതകം അതവർ യുദ്ധമുഖത്ത് ഉപയോഗിച്ചു. ആയിരക്കണക്കിന് സൈനികർ മരണപ്പെട്ടു. അതിൽ സർ ഒലിവറിന്റെ മകനും എഡിങ്ടണിന്റെ ഉറ്റ സുഹൃത്തും ഉണ്ടായിരുന്നു. തന്റെ സുഹൃത്തിന്റെ മരണത്തിൽ
എഡിങ്ടൺ അതീവ ദുഃഖിതനായി. ജർമ്മൻ ശാസ്ത്രജ്ഞരുടെ സംഭാവനയായിരുന്നു ക്ലോറിൻ വിഷവാതകം. തന്റെ മകനെ കൊന്നത് ജർമ്മൻ ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഒലിവർ വികാരാതീതനായി. ജർമ്മൻ ശാസ്ത്രജ്ഞരോടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തിവെക്കാനും കേംബ്രിഡ്ജിൽ നിന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞരെ പുറത്താക്കാനും ഒലിവർ ആഹ്വാനം ചെയ്തു. എന്നാൽ എഡിങ്ടണിന് ഇതിനോട് യോജിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് മരിച്ചുപോയവർ തിരിച്ചു വരില്ല. ശാസ്ത്രത്തിനു വേണ്ടിയുള്ള സത്യാന്വേഷണങ്ങൾക്ക് രാജ്യാതിർത്തികൾ തടസ്സമാണ്. അവിടെ വെറുപ്പിനും ദേഷ്യത്തിനും ഭയത്തിനും സ്ഥാനമില്ല. എന്നാൽ ഒലിവർ തന്റെ ആഹ്വാനത്തിൽ തന്നെ ഉറച്ചുനിന്നു. എന്ത് സത്യാന്വേഷണമാണ് ഇനി നടത്തേണ്ടത്? ഐൻസ്റ്റൈൻ എന്താണ് വേണ്ടത്? ഒലിവർ ചോദിച്ചു. എനിക്കെന്താണോ വേണ്ടത് അതുതന്നെയാണ് ഐൻസ്റ്റൈനും വേണ്ടത്, പുതിയ ഗ്രാവിറ്റേഷണൽ തിയറി, എഡിങ്ടൺ പറഞ്ഞു. എന്നാൽ ഒലിവറിന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായിരുന്നു. യുറാനസിന്റെ ഭ്രമണപഥത്തിലും ന്യൂട്ടന്റെ കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പുതിയൊരു ഗ്രഹത്തെ തന്നെ കണ്ടെത്തുകയുണ്ടായി, നെപ്റ്റ്യൂൺ. അതും ന്യൂട്ടൻ പ്രവചിച്ച അതേ സ്ഥാനത്ത്. ഒലിവർ ക്ഷുഭിതനായി. വിഷവാതക പ്രയോഗത്തെ എതിർക്കുകയും ജർമ്മൻ വിരുദ്ധ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുകയും ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റനെ ബെർലിൻ സർവകലാശാലയിൽ പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി. ഐൻസ്റ്റന് കത്തുകൾ കിട്ടിയിരുന്നതും അയച്ചിരുന്നതും സർവകലാശാല വഴിയായിരുന്നു. ഇനി അത് കിട്ടില്ല, അയക്കാനും സാധിക്കില്ല. ഇത് അദ്ദേഹത്തെ വളരെ വിഷമത്തിലാക്കി. പക്ഷേ വിഷമിച്ചിരിക്കാതെ ഐൻസ്റ്റൈൻ തന്റെ വർക്കുകൾ തുടർന്നു. ഒടുവിൽ ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള ജനറൽ റിലേറ്റിവിറ്റി അദ്ദേഹം പൂർത്തീകരിച്ചു. പൂർത്തിയാക്കിയ വർക്കിനെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങുന്ന കത്ത് മാക്സ് പ്ലാങ്കിന്റെ സഹായത്തോടുകൂടി ഐൻസ്റ്റൈൻ എഡിങ്ടണിന് അയച്ചു. കത്ത് ലഭിച്ച എഡിങ്ടൺ വളരെ ആവേശത്തിലായി. തുടർന്ന് അദ്ദേഹം ഐൻസ്റ്റന്റെ പുതിയ ഗ്രാവിറ്റേഷണൽ തിയറിയെക്കുറിച്ച് ആസ്ട്രോണമറായ ഡൈസണോടും സഹോദരി വിന്നിയോടും വിശദീകരിക്കുകയാണ്. ജനറൽ റിലേറ്റിവിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഗ്രാവിറ്റിയെക്കുറിച്ചാണ് അത് വിശദീകരിക്കുന്നത്. മറ്റെല്ലാത്തിനെപ്പറ്റിയും അത് വിശദീകരിക്കുന്നു. തുടർന്ന് ഒരു ടേബിൾ ക്ലോത്തിന്റെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തിൽ ഗ്രാവിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ടേബിൾ ക്ലോത്ത് സ്പേസ് ആണെന്ന് സങ്കല്പിക്കുക. ഈ ബണ്ണ് സൂര്യനാണെന്നും. ബണ്ണ് ടേബിൾ ക്ലോത്തിൽ വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? സൂര്യൻ സ്പേസിൽ ഒരു ആകൃതി സൃഷ്ടിച്ചു. തുടർന്ന് എഡിങ്ടൺ ടേബിൾ ക്ലോത്തിലേക്ക് ഒരു ആപ്പിൾ ഉരുട്ടിവിട്ടു. പക്ഷേ അത് നേർരേഖയിൽ സഞ്ചരിക്കാതെ ദീർഘവൃത്താകൃതിയിൽ ബണ്ണിനു ചുറ്റും പ്രദക്ഷിണം വെച്ചു. ഇതർത്ഥമാക്കുന്നത് എന്താണ്? അതെ, സ്പേസിന് ആകൃതിയുണ്ട്. അങ്ങനെയാണ് ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നത്. സ്പേസിന്റെ ആകൃതിക്കനുസരിച്ച് വസ്തുക്കൾ ചലിക്കും. ആകൃതി ഉണ്ടാക്കുന്നതും വസ്തുക്കൾ തന്നെയാണ്. ഇത് തെളിയിക്കാൻ ഒരു മാർഗമുണ്ട്, എഡിങ്ടൺ പറഞ്ഞു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന വെളിച്ചം സൂര്യന്റെ അടുത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് വളവുണ്ടാകും, വിന്നി പറഞ്ഞു. അതെ, അതുതന്നെയാണ് ഐൻസ്റ്റനും പറയുന്നത്. എല്ലാ സിദ്ധാന്തങ്ങൾക്കും തെളിവുകൾ അനിവാര്യമാണ്. അത് തെളിയിക്കാനുള്ള ആളാണ് ഞാൻ, എഡിങ്ടൺ പറഞ്ഞു. നമ്മൾ യുദ്ധത്തിലാണ്. ജർമ്മനി നമ്മുടെ ശത്രുരാജ്യവും. എന്നാൽ രാജ്യസ്നേഹത്തെക്കാൾ വലുതാണ് ഇതെന്നായിരുന്നു എഡിങ്ടണിന്റെ പക്ഷം. 1919 മെയ് 29 ആഫ്രിക്കയിലെ പ്രിൻസിപ്പിയ ദ്വീപിൽ വെച്ച് നടക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം ചിത്രീകരിക്കാൻ എഡിങ്ടൺ ഡൈസന്റെ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ആ പര്യവേക്ഷണ യാത്രയ്ക്ക് അവർക്ക് ധാരാളം പണം ആവശ്യമായി വരും. അതെ, സർ ഒലിവർ പ്രസിഡന്റായിട്ടുള്ള റോയൽ സൊസൈറ്റിയിൽ നിന്നാണ് അവർ ആ പണം ആവശ്യപ്പെടാൻ പോകുന്നത്. കമ്മിറ്റിക്ക് മുൻപാകെ പ്രിൻസിപ്പിയയിലെ പര്യവേക്ഷണത്തിനെക്കുറിച്ച് എഡിങ്ടൺ വിശദീകരിച്ചു. സൂര്യഗ്രഹണത്തിന്റെ ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിനെക്കുറിച്ചാണ് അവർ വിശദീകരിക്കുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുമ്പോൾ സൂര്യൻ ഹയാഡീസ് നക്ഷത്ര സമൂഹങ്ങളുടെ ഒത്ത നടുക്കായി കാണപ്പെടും. ഇതേ നക്ഷത്രങ്ങളുടെ ഫോട്ടോഗ്രാഫ് രാത്രിയിൽ സൂര്യൻ ഇല്ലാത്ത സമയത്തും എടുക്കും. ഗ്രഹണ സമയത്തും അല്ലാത്തപ്പോഴും എടുത്ത ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ തമ്മിൽ ഒന്നിനുമേൽ ഒന്നായി വെച്ച് താരതമ്യപ്പെടുത്തും. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ അതിനർത്ഥം നക്ഷത്രത്തിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന് സൂര്യന്റെ സാന്നിധ്യത്തിൽ വളവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഐൻസ്റ്റന്റെ തിയറികൾ ശരിയാണ്. ഇനി നക്ഷത്രങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിലോ? ഐൻസ്റ്റൈൻ തെറ്റാണ്, ന്യൂട്ടൻ തന്നെയാണ് ശരി. ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ശരിയാണെന്ന് തെളിയിക്കാൻ ഒരു ഇംഗ്ലീഷ് പര്യവേക്ഷണം. സർ ഒലിവറിന് അതൊട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അത് തെറ്റാണെന്നും ഈ പര്യവേക്ഷണം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമെന്ന് എഡിങ്ടൺ പറഞ്ഞു. ഐൻസ്റ്റൈൻ ശരിയാണെങ്കിൽ ഇംഗ്ലീഷ് പര്യവേക്ഷണമാണ് അത് തെളിയിച്ചതെന്ന് അറിയപ്പെടും. മറിച്ച് തെറ്റാണെങ്കിൽ ഇംഗ്ലീഷ് പര്യവേക്ഷണം ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ തെറ്റാണെന്ന് കണ്ടെത്തി എന്നായിരിക്കും അറിയപ്പെടുന്നത്, ഡൈസൺ പറഞ്ഞു. സമ്മർദ്ദത്തിന് വഴങ്ങിയ കമ്മിറ്റി പര്യവേക്ഷണത്തിന് വേണ്ടിയുള്ള പണം അവർക്ക് അനുവദിച്ചു. ജർമ്മനി കീഴടങ്ങിയതോടുകൂടി 1918 നവംബർ 11 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. 1919 മെയ് 29 പ്രിൻസിപ്പിയ. തലേ ദിവസത്തെ മഴയൊക്കെ ശമിച്ചിരിക്കുന്നു. പക്ഷേ ആകാശം മേഘാവൃതമായി കാണപ്പെട്ടു. ടെലിസ്കോപ്പും ക്യാമറയും മറ്റു സന്നാഹങ്ങളും ഒരുക്കി
സൂര്യഗ്രഹണത്തിനായി അവർ കാത്തിരിക്കാൻ ആരംഭിച്ചു. മേഘങ്ങളെല്ലാം ഒഴിഞ്ഞു, ആകാശം തെളിഞ്ഞു, സൂര്യൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സൂര്യഗ്രഹണം ആരംഭിച്ചു. പൂർണ്ണ സൂര്യഗ്രഹണമായപ്പോൾ എഡിങ്ടൺ ഫോട്ടോഗ്രാഫുകൾ പകർത്തി. അതെ, ഈ പര്യവേക്ഷണം ഒരു വിജയമായിരുന്നു. എഡിങ്ടൺ വളരെ സന്തുഷ്ടനായി. ഇനി ആ ഉത്തരത്തിനായുള്ള കാത്തിരിപ്പാണ്. ആൽബർട്ട് ഐൻസ്റ്റനോ അതോ ഐസക് ന്യൂട്ടനോ? സർ ഒലിവർ ഉൾപ്പെടെയുള്ള കേംബ്രിഡ്ജിലെ ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ വെച്ച് എഡിങ്ടൺ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ ഒന്നിനുമേൽ ഒന്നായി വെച്ച് താരതമ്യം ചെയ്തു. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളിൽ വ്യതിയാനമുണ്ട്. ഐൻസ്റ്റനാണ് ശരി, എഡിങ്ടൺ പറഞ്ഞു. ഇതൊരു പുതിയ ലോകത്തിന്റെ തുടക്കമാണ്. ഇന്നതിൻ്റെ 1ാമത്തെ ദിവസമാണ്. ഈ ലോകത്ത് സമയം എല്ലാവർക്കും ആപേക്ഷികമാണ്. മനുഷ്യപ്രയത്നം എന്താണെന്ന് ഒരു മനുഷ്യൻ നമ്മളെ കാണിച്ചു തന്നു. നോക്കൂ, ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. പുതിയൊരു പ്രപഞ്ചമാണ് അയാൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഐൻസ്റ്റനെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമെമ്പാടും പരന്നു. ഐൻസ്റ്റൈൻ ലോകപ്രശസ്തനായി മാറുകയായിരുന്നു ഇതിലൂടെ. തൻ്റെ മുറിക്ക് പുറത്ത് കാത്തുനിന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും പത്രപ്രവർത്തകരുടെയും മുന്നിൽ അതിശോക്തി കലർന്ന ഒരു മുഖഭാവത്തോടുകൂടി ഐൻസ്റ്റൈൻ പ്രത്യക്ഷപ്പെട്ടു. 1 വർഷത്തിന് ശേഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഐൻസ്റ്റനും എഡിങ്ടണും ആദ്യമായി നേരിൽ കണ്ടു. കഥ അവിടെ അവസാനിക്കുകയാണ്. എഡിങ്ടണിൻ്റെ തെളിവുകൾ ഐൻസ്റ്റനെ ലോകപ്രശസ്തനാക്കി. അന്നുവരെ വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാമായിരുന്ന ശാസ്ത്രജ്ഞൻ ലോകത്തിലെ തന്നെ ഏറ്റവും തിരിച്ചറിയാവുന്ന വ്യക്തികളിൽ ഒരാളായി മാറി. ആൽബർട്ട് ഐൻസ്റ്റന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് ബിഗ് ബാങ്, ബ്ലാക്ക് ഹോൾ, വികസിക്കുന്ന പ്രപഞ്ചം ഇതിനെയെല്ലാം പ്രവചിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.